അധ്യായം 30. ഇപ്പോഴോ എന്നിലും പ്രായം കുറഞ്ഞവർ എന്നെ നോക്കി ചിരിക്കുന്നു. അവരുടെ അപ്പന്മാരെ എന്റെ ആട്ടിൻകൂട്ടത്തിന്റെ നായ്ക്കളോടുകൂടെ ആക്കുവാൻ പോലും ഞാൻ നിരസിക്കുമായിരുന്നു. അവരുടെ കൈയൂറ്റം കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? അവരുടെ യൗവനശക്തി നശിച്ചുപോയല്ലോ. ബുദ്ധിമുട്ടും വിശപ്പും കൊണ്ട് അവർ മെലിഞ്ഞിരിക്കുന്നു. ശൂന്യത്തിന്റെയും നിർജ്ജനദേശത്തിന്റെയും ഇരുട്ടിൽ അവർ വരണ്ട നിലം കടിച്ചു കാരുന്നു. അവർ കുറുങ്കാട്ടിൽ മണൽച്ചീര പറിക്കുന്നു. കാട്ടുകിഴങ്ങ് അവർക്ക് ആഹാരമായിരിക്കുന്നു. ജനമധ്യേ നിന്ന് അവരെ ഓടിച്ചു കളയുന്നു. കള്ളനെപ്പോലെ അവരെ ആട്ടിക്കളയുന്നു. താഴ്വര പിളർപ്പുകളിൽ അവർ പാർക്കേണ്ടി വരുന്നു. മൺകുഴികളിലും പാറയുടെ ഗഹ്വരങ്ങളിലും തന്നെ കുറുങ്കാട്ടിൽ അവർ കുതറുന്നു. തൂവയുടെ കീഴെ അവർ ഒന്നിച്ചുകൂടുന്നു. അവർ ഭോഷന്മാരുടെ മക്കൾ, നീചന്മാരുടെ മക്കൾ. അവരെ ദേശത്തുനിന്ന് ചമ്മട്ടി കൊണ്ട് അടിച്ചോടിക്കുന്നു. ഇപ്പോഴോ ഞാൻ അവരുടെ പാട്ടായിരിക്കുന്നു. അവർക്ക് പഴഞ്ചൊല്ലായി തീർന്നിരിക്കുന്നു. അവർ എന്നെ അറച്ച് അകന്നു നിൽക്കുന്നു. എന്നെ കണ്ട് തുപ്പുവാൻ ശങ്കിക്കുന്നില്ല. അവൻ തന്റെ കയറഴിച്ച് എന്നെ ക്ലേശിപ്പിച്ചതുകൊണ്ട് അവർ എന്റെ മുമ്പിൽ കടിഞ്ഞാൺ അയച്ചുവിട്ടിരിക്കുന്നു. വലത്തുഭാഗത്ത് നീചപരീക്ഷ എഴുന്നേറ്റ് എന്റെ കാൽ ഉന്തുന്നു. അവർ നാശമാർഗങ്ങളെ എന്റെ നേരെ നിരത്തുന്നു. അവർ എന്റെ പാതയെ നശിപ്പിക്കുന്നു. അവർ തന്നെ തുണയറ്റവരായിരിക്കെ എന്റെ അപായത്തിനായി ശ്രമിക്കുന്നു. വിസ്താരമുള്ള തുറവിൽ കൂടി എന്ന പോലെ അവർ ആക്രമിച്ചു വരുന്നു. ഇടിവിന്റെ നടുവിൽ അവർ എന്റെ മേൽ ഉരുണ്ടു കയറുന്നു. ഘോരത്വങ്ങൾ എന്റെ നേരെ തിരിഞ്ഞിരിക്കുന്നു. കാറ്റുപോലെ എന്റെ മഹത്വത്തെ പാറ്റിക്കളയുന്നു. എന്റെ ക്ഷേമവും മേഘം പോലെ കടന്നുപോകുന്നു. ഇപ്പോൾ എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ തൂകിപ്പോകുന്നു. കഷ്ടകാലം എന്നെ പിടിച്ചിരിക്കുന്നു. രാത്രി എന്റെ അസ്ഥികളെ തുളച്ചെടുത്ത് കളയുന്നു. എന്നെ കടിച്ചു കാരുന്നവർ ഉറങ്ങുന്നതുമില്ല. ഉഗ്രബലത്താൽ എന്റെ വസ്ത്രം വിരൂപമായിരിക്കുന്നു. അങ്കിയുടെ കഴുത്തുപോലെ എന്നോട് പറ്റിയിരിക്കുന്നു. അവൻ എന്നെ ചെളിയിലിട്ടിരിക്കുന്നു. ഞാൻ പൊടിക്കും ചാരത്തിനും തുല്യമായിരിക്കുന്നു. ഞാൻ നിന്നോട് നിലവിളിക്കുന്നു, നീ ഉത്തരമരുളുന്നില്ല. ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു, നീ എന്നെ തുറച്ചു നോക്കുന്നതേയുള്ളൂ. നീ എന്റെ നേരെ ക്രൂരനായി തീർന്നിരിക്കുന്നു. നിന്റെ കൈയുടെ ശക്തിയാൽ നീ എന്നെ പീഡിപ്പിക്കുന്നു. നീ എന്നെ കാറ്റിൻ പുറത്ത് കയറ്റി ഓടിക്കുന്നു. കൊടുങ്കാറ്റിൽ നീ എന്നെ ലയിപ്പിച്ചു കളയുന്നു. മരണത്തിലേക്കും സകല ജീവികളും ചെന്നുചേരുന്ന വീട്ടിലേക്കും നീ എന്നെ കൊണ്ടുപോകുമെന്ന് ഞാൻ അറിയുന്നു. എങ്കിലും വീഴുമ്പോൾ കൈ നീട്ടുകയില്ലയോ? അപായത്തിൽ അത് നിമിത്തം നിലവിളിക്കുകയില്ലയോ? കഷ്ടകാലം വന്നവനു വേണ്ടി ഞാൻ കരഞ്ഞിട്ടില്ലയോ? എളിയവനു വേണ്ടി എന്റെ മനസ്സ് വ്യസനിച്ചിട്ടില്ലയോ? ഞാൻ നന്മയ്ക്ക് നോക്കിയിരുന്നപ്പോൾ തിന്മ വന്നു. വെളിച്ചത്തിനായി കാത്തിരുന്നപ്പോൾ ഇരുട്ട് വന്നു. എന്റെ കുടൽ അമരാതെ തിളയ്ക്കുന്നു. കഷ്ടകാലം എനിക്ക് വന്നിരിക്കുന്നു. ഞാൻ കറുത്തവനായി നടക്കുന്നു, വെയിൽ കൊണ്ടല്ല താനും. ഞാൻ സഭയിൽ എഴുന്നേറ്റ് നിലവിളിക്കുന്നു. ഞാൻ കുറുക്കന്മാർക്ക് സഹോദരനും ഒട്ടകപ്പക്ഷികൾക്ക് കൂട്ടാളിയുമായിരിക്കുന്നു. എന്റെ ത്വക്ക് കറുത്തു പൊളിഞ്ഞു വീഴുന്നു. എന്റെ അസ്ഥി ഉഷ്ണം കൊണ്ട് കരിഞ്ഞിരിക്കുന്നു. എന്റെ കിന്നരനാദം വിലാപമായും എന്റെ കുഴലൂത്ത് കരച്ചലായും തീർന്നിരിക്കുന്നു.